ഹായ് ഗൈസ്, ഐ എം മാധവ്. മസ്തിഷ്ക മരണം, എ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, യാ മോനെ ഏതാ സാധനം. അയ്യോ, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. എനിക്ക് കൃഷാന്ത് എന്ന സംവിധായകൻ്റെ എല്ലാ സിനിമകളും ഭയങ്കരമായിട്ട് പേഴ്സണലി വർക്കായിട്ടുള്ള സിനിമകളാണ്. അതുപോലെ തന്നെ ഇതും. പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. അയ്യോ, അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാനിത് ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, കിട്ടിലും തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ ഒരു വിഷ്വൽ ഓഡിയോ ഒക്കെ വെറുതെ പൊളി. വിഷ്വലിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഗ്രേഡിങ് ഉണ്ടല്ലോ, എൻ്റെ മോനെ, വെറുതെ ഇൻ്റർനാഷണൽ ഗ്രേഡിങ്, ഒരു രക്ഷയില്ല, വെറുതെ പൊളി. ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻസ്, സെറ്റ് ഡിസൈന്, ആർട്ട്, എല്ലാ പരിപാടികളും വെറുതെ കിട്ടിലും വിഷ്വൽസ്. അതായത് നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന വിഷ്വൽസ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ വെറുതെ പീക്ക് വിഷ്വൽസ്. അത് എല്ലാ ഫ്രെയിമും വെറുതെ പൊളി. പിന്നെ അതിൻ്റെ ഓഡിയോ സൈഡിലേക്ക് വന്നാലോ, സൗണ്ട് ആണെങ്കിലും OST ഒക്കെ, ആ ഒരു സിനിമയുടെ മോഡുണ്ടല്ലോ അതിനെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് എൻ്റെ OST. ആരാധകനാണോ ആ സാധനമൊക്കെ തിയേറ്ററിൽ വേറെ മൂഡ് തന്നെ ആയിരുന്നു, വെറുതെ പൊളി. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ട്രാക്കൊക്കെ ഉണ്ട്. അയ്യോ, ആ സിനിമയുടെ ആ ഒരു മൂഡുമായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നൊരു സാധനം. ഭയങ്കരമായിട്ട് ചില സീനുകളിൽ ആ സീനിന് അപ്പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ആ മ്യൂസിക്. അതായത് കിട്ടിലും പരിപാടി. വർക്ക് എന്ന് പറഞ്ഞാൽ അന്യ വർക്ക്. ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ഏരിയയും വെറുതെ പൊളിയായിരുന്നു. ആ VFX ആണെങ്കിലും CG ആണെങ്കിലും ഒന്നിനെയും ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടില്ല. എല്ലാം വേണ്ട രീതിയിൽ കൃത്യമായിട്ടെന്നൊക്കെ പറയത്തില്ലേ, അളവിനനുസരിച്ച്, അത്രയേ ഉള്ളൂ. അതായത് ഭയങ്കര ക്രിയേറ്റീവായിട്ട്, മനസ്സിലായില്ലേ? അതായത് കുറേ ബഡ്ജറ്റ് ഇറക്കി അങ്ങനെയല്ല, ഭയങ്കര ക്രിയേറ്റീവായിട്ട്. സത്യം പറഞ്ഞാൽ ഈ അടുത്തിടക്കൊന്നും ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ളൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അമ്മാതിരി ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സിനിമ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകൾ പറയുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഒരു ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കും താല്പര്യമുണ്ട് ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഓക്കെ, നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നാൽ പിന്നെ എടുത്തുള്ളത് എൻ്റെ പെർഫോമൻസുകളാണ്. രജിഷ വിജയൻ എന്ന അഭിനേത്രി, എൻ്റെ പൊന്നെ, എന്ത് പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പീക്ക് പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന പോലെ വെറുതെ പൊളി. ഒരു രക്ഷയിലായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു പരിപാടിയാണ് ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതായത് ശരിക്കും വരുന്ന ഓരോ സീനങ്ങ് നിന്ന് ഓണാക്കുക എന്നൊക്കെ പറയുന്ന പോലെ വെറുതെ പെർഫോമൻസ്. ദെൻ നിരഞ്ജ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ആളുടെ ചെറിയ ചെറിയ വെപ്രാളം പിടിച്ചിട്ടുള്ള അഭിനയങ്ങളും ഡയലോഗ് ഡെലിവറിയൊക്കെ കുറേ അങ്ങനെ സാധനമൊക്കെ വെറുതെ പൊളിയായിരുന്നു. പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, സുരേഷനുണ്ട്. സുരേഷൻ്റെ ക്യാരക്ടർ വെറുതെ സീൻ കേട്ടാ. അങ്ങനെ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്നവർ വരെ വെറുതെ പൊളി. അയ്യോ, പെർഫോമൻസ് പടത്തിലെ വെറുതെ പൊളിയായിരുന്നു. പിന്നെ ഡയലോഗ്സ്, ആ ഒരു സ്റ്റൈല്, ഡയലോഗ് പ്രസൻറ്റേഷൻ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ നൈസായിരുന്നു. പടത്തിൽ ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട്. അതായത് ഈ പടത്തിൻ്റെ ഹ്യൂമർ സൈഡ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ശരിക്കും ചിരിച്ചിട്ടിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ വെറുതെ പൊളിയായിരുന്നു. അതായത് റജി എന്തെങ്കിലും ഒന്ന് ചെയ്യ് റജി, എന്ത് സാരമാണ് അതൊക്കെ. വെറുതെ പൊളിയായിരുന്നു കേട്ടാ. ഹ്യൂമർ സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഹ്യൂമറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഹ്യൂമറിനിടയിലൂടെ തന്നെ അവർ പറഞ്ഞു പോകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ഇവർ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങൾ, അത് ഭയങ്കര റെലവൻ്റാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. സിനിമയിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സിനിമ പക്ക സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം അത്രയും ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലർക്കും സിനിമ നന്നായിട്ടൊന്ന് താങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ പടം കാണുമ്പോൾ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, ഇല്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ സിനിമയെ ബാധിക്കാത്ത രീതിയിൽ ഭയങ്കര ബ്ലെൻഡായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിലെടുത്ത് പറഞ്ഞാണ് ഈ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ. കൃഷാന്ത്, അദ്ദേഹം തന്നെയാണ് സ്ക്രീൻ പ്ലേ, അദ്ദേഹം തന്നെയാണ് എഡിറ്റിംഗ്. അയ്യോ, ഞാൻ മറന്നുപോയി. എഡിറ്റിംഗ് സിനിമയുടെ എടുത്ത് പറഞ്ഞാണ്. എഡിറ്റിംഗ് സിനിമയ്ക്ക് ഇങ്ങനത്തെ സിനിമകൾക്ക് എഡിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയായിട്ടുണ്ട് എഡിറ്റിംഗ്, ഒരു രക്ഷയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കഥ അദ്ദേഹം തന്നെ എക്സിക്യൂഷൻ ചെയ്താണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ കൃത്യമായിട്ട് എൻ്റെ സിനിമയ്ക്ക് ഇത്ര മതി പേസിങ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പിടിച്ച് പട്ടേന്ന് പറഞ്ഞ സാധനങ്ങൾ കാണിച്ച് പോകുന്നുണ്ട്. അതായത് നമുക്ക് മടുപ്പൊന്നുമില്ല, ഭയങ്കര രസമായിട്ട് തന്നെ ആ എഡിറ്റിങ്. ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പോലെ എഡിറ്റിങ്ങും ടോപ്പ് പരിപാടി. അയ്യോ, സത്യം പറഞ്ഞാൽ പടത്തിലെ കുറേ ഈ പറയുന്ന പോലെ ഹ്യൂമർ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും കേട്ടോ കണ്ടു കഴിയുമ്പോൾ. അതായത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സുരേഷൻ്റെ ഒക്കെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഇതിലും ഭേദം എൻ്റെ ക്ലാസ്സിലേക്ക് ജയിലിൽ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ പടം കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. ഒരെണ്ണമാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കൃഷാന്ത്, ഇദ്ദേഹം വീണ്ടും
ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ആളുടെ ഒരു വിഷൻ ഉണ്ടല്ലോ, അത് ഭീകരമാണ്. ആ ഒരു എക്സിക്യൂഷനും പരിപാടിയൊക്കെ ഒരു രക്ഷയില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ ലാലേട്ടനായിട്ടാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അതൊരു മാസ് പടമാണെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു. എന്തോ മാസാണെങ്കിലും എന്താണെങ്കിലും കൃഷാന്ത് എന്ന സംവിധായകൻ്റെ ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവും. അത് എന്തായിരിക്കും എന്ന് അറിയാം. ഇപ്പോഴേ വെയിറ്റിംഗ് ആണ്, എന്തായിരിക്കും ചെയ്തു വെക്കാൻ പോണത്. അപ്പോൾ അത് പടത്തിൻ്റെ കാര്യം നമുക്ക് മാറ്റാം. ഈ സിനിമ എന്താ പറയുക, തിയേറ്ററിൽ ഒരു അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, കിട്ടിലും പടം. ഈ വീഡിയോ കാണുന്നവരിൽ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇന്ന ജേണറുകളൊന്നുമില്ല, എല്ലാ ജേണറും ആസ്വദിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതായത് എക്സ്പെരിമെൻറ്റിലാണെങ്കിലും എന്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം സാധനങ്ങളെ ഇഷ്ടമാണ്, വെറൈറ്റി പരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങി ഇത് ഒരു മുത്താണ്. അപ്പോൾ അത് തിയേറ്ററിൽ മിസ് ചെയ്യരുത്, തിയേറ്ററിൽ തന്നെ പോയി ഇത് കാണാൻ ശ്രമിക്കുക. കാരണം തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സ്റ്റഫും സിനിമയിലുണ്ട്. പറ്റുമെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണാം. 4K അറ്റ്മോസൊക്കെയുള്ള തിയേറ്ററിൽ സെൻറ്ററിൽ ബുക്ക് ചെയ്ത് ഇരുന്നങ്ങ് കണ്ടോ, വെറുതെ പൊളി വൈബ് പടം. അപ്പോൾ ഇതായിരുന്നു എനിക്ക് മസ്തിഷ്ക മരണം എ ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ത് ഈ പേരിച്ചിട്ട് സീനാണ്ട, മസ്തിഷ്ക മരണം എ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ്. ഈ സിനിമ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ പറ, എന്തായിരുന്നു നിങ്ങൾക്ക് ഈ സിനിമ എന്നുള്ളത്. ഇഷ്ടപ്പെട്ട സീനുകളുണ്ടാവും, കോമിക്കായിട്ടുള്ള ഏരിയകളുണ്ടാവും, ഡയലോഗ്സ് ഉണ്ടാവും, ഷോട്ടുകളുണ്ടാവും, ട്രാക്കുകളുണ്ടാവും. അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് അതൊക്കെ കമൻസ് വഴി ഷെയർ ചെയ്യുക. ഞാനതൊക്കെ വായിക്കാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.